മഹത്വം ദൈവ കുഞ്ഞാടിന്. മഹത്വം 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 ദൈവ കുഞ്ഞാടിന്. സത്യാരാധന സ്വീകരിപ്പാൻ യോഗ്യനാം ക്രിസ്തുവിന്. സത്യാരാധന സ്വീകരിപ്പാൻ യോഗ്യനാം ക്രിസ്തുവിന്. മഹത്വം 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 ദൈവ കുഞ്ഞാടിന്. സത്യാരാധന സ്വീകരിപ്പാൻ യോഗ്യനാം ക്രിസ്തുവിന്. സത്യാരാധന സ്വീകരിപ്പാൻ യോഗ്യനാം ക്രിസ്തുവിന്. പാപമില്ലാത്തവൻ പാരിൽ വന്നു ലോകത്തിൻ പാപം ചുമന്നൊഴിപ്പാൻ. പാപമില്ലാത്തവൻ പാരിൽ വന്നു ലോകത്തിൻ പാപം ചുമന്നൊഴിപ്പാൻ. കഷ്ടത സഹിച്ചവൻ ക്രൂശിലേറി പാപികൾക്കായി ജീവ രക്തമേകി. കഷ്ടത സഹിച്ചവൻ ക്രൂശിലേറി പാപികൾക്കായി ജീവ രക്തമേകി. മഹത്വം 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 ദൈവ കുഞ്ഞാടിന്. സത്യാരാധന സ്വീകരിപ്പാൻ യോഗ്യനാം ക്രിസ്തുവിന്. ക്രൂശിൽ ചോരിഞ്ഞ പുണ്യാഹരക്തം സർവപാപക്കാര പോക്കി നമ്മെ. ക്രൂശിൽ ചോരിഞ്ഞ പുണ്യാഹരക്തം സർവപാപക്കാര പോക്കി നമ്മെ. ദൈവത്തിനു പ്രിയ മക്കളാക്കി തന്മുഖം കണ്ടെന്നും ആരാധിപ്പാൻ. ദൈവത്തിനു പ്രിയ മക്കളാക്കി തന്മുഖം കണ്ടെന്നും ആരാധിപ്പാൻ. മഹത്വം 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 ദൈവ കുഞ്ഞാടിന്. സത്യാരാധന സ്വീകരിപ്പാൻ യോഗ്യനാം ക്രിസ്തുവിന്. പ്രാണന്റെ വീണ്ടെടുപ്പിൻ വിലയാ ക്രിസ്തുവിൻ രക്തം മറുവിലയാ. പ്രാണന്റെ വീണ്ടെടുപ്പിൻ വിലയാ ക്രിസ്തുവിൻ രക്തം മറുവിലയാ. യേശുവിൻ രക്തത്താൽ ശുദ്ധരായി ആത്മാവാം ദൈവത്തെ ആരാധിക്കാം. യേശുവിൻ രക്തത്താൽ ശുദ്ധരായി ആത്മാവാം ദൈവത്തെ ആരാധിക്കാം. മഹത്വം 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 ദൈവ കുഞ്ഞാടിന്. സത്യാരാധന സ്വീകരിപ്പാൻ യോഗ്യനാം ക്രിസ്തുവിന്. സത്യാരാധന സ്വീകരിപ്പാൻ യോഗ്യനാം ക്രിസ്തുവിന്. സത്യാരാധന സ്വീകരിപ്പാൻ ക്രിസ്തുവിന്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. കർത്താവിൽ പ്രിയരെ, പുതിയൊരു പ്രഭാതം കൂടെ
അവിടുന്ന് നമുക്ക് ദാനം ചെയ്തതിനായി നല്ലവനായ കർത്താവിനെ നന്ദിയോടുകൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. മോചനം എന്ന് നാം വായിക്കുന്നിടത്ത് ഫൊർഗീവ്നെസ് എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇൻ ഹിം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, ദ ഫൊർഗീവ്നെസ് ഓഫ് സിൻ. പാപത്തിൻ്റെ ക്ഷമ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ പാപക്ഷമ ലഭിച്ചിരിക്കുന്നു എന്നതിന് തുല്യമായി കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ടു ക്യാരി എവേ, പാപം ചുമന്നൊഴിച്ചിരിക്കുന്നു എന്നാണ്. യേശുവിൻ്റെ രക്തത്താൽ, ക്രിസ്തുവേശുവിൽ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ നിയമ ഉപദേശങ്ങളിലെ വളരെ ഗൗരവതരമായ ഉപദേശമാണ് വി ആർ ഇൻ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ക്രിസ്തുവേശുവിൽ നമുക്ക് നമ്മുടെ പദവി, ക്രിസ്തുവേശുവിൽ നമ്മുടെ സ്ഥാനം, ഇതൊക്കെ വളരെ കൃത്യമായി പുതിയ നിയമ ലേഖനങ്ങൾ, വിശേഷിച്ച് എഫേസ്യ ലേഖനങ്ങൾ പോലുള്ള ലേഖനങ്ങൾ പറയുന്നു. ഇവിടെ ഈ ലേഖനത്തിലും 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും പറയുന്നത് ക്രിസ്തുയേശുവിൽ നമുക്ക് റിഡംഷൻ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഓർത്തിരുന്നു. ആ വായിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നും വായിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്, ക്രിസ്തുയേശുവിൽ നമുക്ക് ഫൊർഗീവ്നെസ്, പാപത്തിൻ്റെ ക്ഷമയുണ്ട്. ആ പാപക്ഷമ എന്ന് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടു ക്യാരി എവേ, ചുമന്നൊഴിക്കുക എന്ന അർത്ഥം വരുന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചുമന്നൊഴിക്കുക എന്ന് പറയുന്നത് യഹൂദമതത്തിലെ ആരാധനാക്രമത്തിൽ, അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ ആരാധനാക്രമത്തിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനാ ദിവസമായ ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിവസം, എല്ലാ യഹൂദന്മാരും പ്രത്യേകിച്ചും 3 പ്രധാന ആരാധനയ്ക്ക് അവർ നിർബന്ധമായും സംബന്ധിക്കണമായിരുന്നു. അവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ ജെറുസലേമിൽ ഒരു ദേവാലയം മാത്രമാണുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും അവർക്ക് സിനഗോഗുകൾ, പള്ളികളാണുള്ളത്. ഈ ജെറുസലേമിലെ ആരാധനയ്ക്ക് വേണ്ടി അവർ വരേണ്ട 3 പ്രധാന ആരാധനകളുണ്ടായിരുന്നു. ആ ആരാധനാക്രമങ്ങളിൽ അവർക്ക് യഹൂദന്മാർക്ക് പ്രത്യേകിച്ചും 7 പ്രധാനപ്പെട്ട ആരാധനാ ദിവസങ്ങൾ, അതിനെ അവർ പെരുന്നാളുകൾ എന്ന, ഫീസ്റ്റ് ഓഫ് ദി ലോർഡ് എന്നാണ് വിളിച്ചിരുന്നത്. 5 യാഗങ്ങളും ഉണ്ടായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനാ ദിവസം അല്ലെങ്കിൽ ഒരു പെരുന്നാളായിരുന്നു ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിവസം. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം നിങ്ങൾക്ക് ലഭിക്കും. ഈ മഹാപാപ പരിഹാര പെരുന്നാൾ ദിവസം യഹൂദ പുരുഷന്മാരെല്ലാം ഈ 2 ആടിനെയും കൊണ്ട് വേണം യെരുശലേമിലെ ദേവാലയത്തിലേക്ക് വരുവാൻ. അവിടെ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ മഹാപുരോഹിതന് എപ്പോഴും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയത്തില്ല ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക്. അതുകൊണ്ട് അദ്ദേഹം സ്വന്തം പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ ശേഷമായി അവിടേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഇവർ കൊണ്ടുവന്ന 2 ആടുകളിൽ ഒരാടിന് അസസേലിന് എന്നെഴുതി ചീട്ടിടും, ലോട്ടിടും, നറുക്കിടുക എന്ന് പറയാം. അസസേൽ എന്ന വാക്കിന് ചുമന്നൊഴിക്കുക എന്നാണ് അർത്ഥം എബ്രായ ഭാഷയിൽ. ഈ അസസേലിന് എന്നെഴുതിയ ചീട്ട് വീണ ആടിന്, ആ ആടിൻ്റെ ചുമലിലേക്ക്, തലയിലേക്ക് ഈ ആടിനെ കൊണ്ടുവന്ന മനുഷ്യന്റെ പാപമെല്ലാം പറഞ്ഞു ചുമത്തും, അതിനെ പാപമാക്കും. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന പാപമെല്ലാം ഈ ആടിൻ്റെ മേലേക്ക് തല കൈവച്ച് അതിൻ്റെ മേലങ്ങ് ചുമത്തും. അതിനെ ചുമത്തിയിട്ട് നിയോഗിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കും. ഈ ആട് എൻ്റെ അല്ലെങ്കിൽ ആരുടെ പാപമാണോ അതിൻ്റെ മേൽ ചുമത്തപ്പെട്ടത് അതും ചുമന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് അങ്ങ് നടന്നു നീങ്ങുകയാണ്. ആ നടന്നു പോകുന്ന ആ പ്രക്രിയയ്ക്കാണ് പറയുന്നത് ടു ടേക്ക് അവേ, പാപം ചുമന്നൊഴിക്കുക അല്ലെങ്കിൽ പാപം ക്ഷമിക്കുക. ഇത് തന്നെയാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിലും കാണുന്നത്. ഗത്സമനയിൽ വെച്ച് ലോകത്തിൻ്റെ മുഴുവൻ പാപഭാരവും അവൻ്റെ മേൽ ചുമത്തി. വിശുദ്ധ ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനു വേണ്ടി ദൈവം അവനെ പാപമാക്കി.
നമ്മുടെ പാപം അവൻ്റെ മേൽ ചുമത്തിയപ്പോൾ ഗത്സമനയിൽ വെച്ച് യേശു ഒരു വേള പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഹിതത്തിന് അവിടുന്ന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെ ഈ പാപം ചുമന്നുകൊണ്ട് ഈ ആട്ടുകൊറ്റൻ നീങ്ങുന്നത് പോലെ ആ ഒരു യഹൂദ ആരാധന പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പാപക്ഷമ എന്ന വാക്ക് ഇവിടെ ധന്യനായി പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആട്ടുകൊറ്റൻ ഏതൊരു മനുഷ്യൻ്റെ പാപമാണോ അതിൻ്റെ മേൽ ചുമത്തപ്പെട്ടത്, അതിൻ്റെ പാപവും ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ ക്രിസ്തുവേശുവിൽ, ഇൻ ക്രൈസ്റ്റ്, ത്രൂ ഹിസ് ബ്ലഡ്, അവൻ്റെ രക്തത്താൽ നമുക്കും ഈ പാപമോചനം അഥവാ പാപം നമ്മളിൽ നിന്ന് ചുമന്നൊഴിച്ചിരിക്കുന്നു. പുരോഹിതൻ കൃപാസനത്തെങ്കിലേക്ക് ചെന്ന് തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടും ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയും ഒക്കെയായി അർപ്പിച്ച ആടിൻ്റെ രക്തം ആ കൃപാസനത്തിൽ തളിക്കും. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അവിടേക്ക് പോലും നിൽക്കുവാൻ കഴിയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം, വിശുദ്ധ ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ കഴിയാതെ നിന്ന നമുക്ക് അവൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് നൽകി തന്നു. രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് നമ്മൾ പാടിക്കൊണ്ടിരുന്നത് പോലെ ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തം നിമിത്തം സർവ പാപ കറകളും പോക്കി നമ്മെ ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി തീർത്തു. ദൈവമുഖം കണ്ടുകൊണ്ട് അവിടുത്തെ തേജസ് കണ്ടുകൊണ്ട് ആരാധിക്കുവാനുള്ള കൃപയും അനുവാദവും അവകാശവും നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങൾ നീങ്ങിപ്പോയതിനായി അവിടുന്ന് യെരൂശലേം നഗരവാതിലിന്റെ പുറത്തു വെച്ച് കഷ്ടമേറ്റ് നമ്മുടെ പാപങ്ങൾ ചുമന്നൊഴിച്ചതിനായി രാവിലെ നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ്. 103 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന്റെ 12 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ അവിടെ നമ്മോട് അകറ്റിയിരിക്കുന്നു. നമ്മുടെ പാപത്തെ ക്ഷമിച്ച് എന്ന് പറഞ്ഞാൽ കേവലം ക്ഷമയെ മാത്രമല്ല, അത് ചുമന്നൊഴിച്ച് അങ്ങ് ദൂരെ കൊണ്ട് കളഞ്ഞിരിക്കുന്നതിനാൽ ഇനി ഒരിക്കലും അത് മടങ്ങി വരാതെ വണ്ണം ആ ആട്ടുകൊറ്റൻ പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു കർത്താവ് പാപവും അതിൻ്റെ ശാപവും ചുമന്നൊഴിച്ചതിനായി ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുള്ളതിനാൽ അവൻ്റെ രക്തത്താലുള്ള വിടുതൽ നൽകി തന്നിരിക്കുന്നതിനായി, വിമോചനം നൽകി തന്നിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. റോമാലേഖനം 8 അധ്യായം 1 വാക്യം പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ശിക്ഷകളെല്ലാം നീങ്ങിപ്പോയതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ രാവിലെയും ക്രിസ്തുവേശുവിലൂടെ നമ്മെ സ്വാതന്ത്ര്യം നൽകി തന്നിരിക്കുന്നതിനായി, നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നിരിക്കുന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇനി പാപത്തിനോ ശാപത്തിനോ രോഗത്തിനോ നിന്ദയ്ക്കോ അപമാനത്തിനോ താഴ്ചയ്ക്കോ പ്രതികൂലങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ നമ്മുടെ മേൽ സ്ഥാനമില്ലാതെ വണ്ണം ക്രൂശിൽ അതെല്ലാം യേശു ചുമന്നൊഴിച്ചതിനായി നമുക്ക് അതിനുള്ള പരിഹാരം വരുത്തിയിരിക്കുന്നതിനായി ഹൃദയപൂർവ്വം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങ് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെയും ആ കൃപാസനത്തിൻ്റെ അരികിലേക്ക് ഞങ്ങൾ വരികയാണ്. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ വീണ്ടെടുക്കുകയും പുത്രന്റെ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും ചെയ്തിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമുമ്പാകെ അതിധൈര്യത്തോടെ വരുവാനുള്ള അവകാശവും അനുവാദവും ഞങ്ങൾക്ക് ലഭ്യമാക്കി തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇനി പാപത്തിന് ഞങ്ങളുടെ മേൽ സ്ഥാനമില്ലല്ലോ, ശാപത്തിന് ഞങ്ങളുടെ മേൽ ജയവുമില്ല. ക്രൂശിൽ അതെല്ലാം യേശു വഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചതിനായി, ഞങ്ങളുടെ നിന്ദയെ വഹിച്ചതിനായി, ഞങ്ങളുടെ അപമാനം, ഞങ്ങളുടെ താഴ്ച നീ വഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ അവിടെ ഏറ്റെടുത്തതിനായി കർത്താവേ അങ്ങേ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ എല്ലാ കൃപാദാനങ്ങൾക്കായിട്ടും സ്തോത്രം.
ഇന്ന് രാവിലെ ദൈവമുമ്പാകെ ആയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർ ആ ക്രൂശിലെ യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവർ അനുഭവിക്കട്ടെ, വിടുതൽ അനുഭവിക്കട്ടെ, രക്തത്താലുള്ള വിമോചനം അനുഭവിക്കട്ടെ, രക്തത്താലുള്ള വിടുതൽ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ, ശാപങ്ങൾ അവിടുന്ന് ക്രൂശിൽ ചുമന്നൊഴിച്ചതിനായി, അവയിൽ നിന്ന് ഞങ്ങൾക്ക് എന്നേക്കുമായിട്ടുള്ള വിടുതൽ നൽകി തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. രോഗികളും ദുഃഖിതരും അശനരരും ആലംബഹീനരും വേദനിക്കുന്നവരും തകർന്നവരുമായിരിക്കുന്നവരും ഇന്ന് രാവിലെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൻ്റെ കൃപയും കരുണയും ഓരോ വ്യക്തികളിലേക്ക് ദൈവം അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സൗഖ്യവും സമൃദ്ധിയും സന്തോഷവും കൊണ്ട് ഓരോ ജീവിതങ്ങളെയും അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദേശത്തിനായി, രാജ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നൽകി തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി സ്തോത്രം. വേഗത്തിൽ കർത്താവെ പരിപൂർണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങളിലേക്ക് നീ പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.